Hi students, I am Femi. Welcome to ASF Academy. Today we are discussing about structure of banking in India. Banking insurance ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഇതൊരു കണ്ടിന്യൂസ് വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇന്ത്യയിലെ ഒരു പോർഷൻ ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലേ നിങ്ങൾ കാണുക. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയൊരു വീഡിയോ കൂടി വരും. അല്ലാതെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പോർഷനിലേക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് അതിൻ്റെ ഒരു ചാർട്ടാണ്. മെയിൻ ആയിട്ട് ഈ ചാർട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. ചാർട്ട് എന്തായാലും എക്സാമിന് എഴുതണം. കാരണം ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് വീഴും. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് മെയിൻ ആയി 2 ടൈപ്സിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അൺഓർഗനൈസ്ഡ് സെക്ടറും ഓർഗനൈസ്ഡ് സെക്ടറും എന്നും. അൺഓർഗനൈസ്ഡ് സെക്ടറിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓർഗനൈസ്ഡ് സെക്ടറിനെ ക്ലാസിഫൈഡ് ഇൻറ്റു 4 കാറ്റഗറീസ്. First one banking institution, second one RBI, third one Apex Bank, fourth one Development Bank. Then again the banking institution is classified into 4 sectors: commercial bank, cooperative bank, RRB that is regional rural bank, and LAB local area bank. Next RRB, next Apex Bank. Apex Bank are classified into 6 set, that is IDBI, Industrial Development Bank of India, NABARD, EXIM, SIDBI, IIBI, NHB, National Housing Bank. Okay, then Development Bank are classified into 2: Industrial Bank, that is Industrial Development Bank, Land Development Bank. Okay, ഈ ചാർട്ട് എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിലെ മെയിൻ ആയിട്ട് 4 ഹെഡ്സ് ആണ് ഉള്ളത്. RBI, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപെക്സ് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്. അൺഓർഗനൈസ്ഡ് സെക്ടറായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓർഗനൈസ്ഡ് സെക്ടറിലെ 2 പോർഷൻസ്, അതായത് RBI ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബാലൻസ് ഉള്ള അപെക്സ് ബാങ്കും ഡെവലപ്മെന്റ് ബാങ്കും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാർട്ട് വീണ്ടും പറയുന്നത് ഓൾറെഡി നമ്മൾ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഓർഗനൈസ്ഡ് സെക്ടറിലെ ഫസ്റ്റ് ഏരിയ ആണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളുടെ നാഷണൽ ബാങ്ക് ആണ്, അല്ലെ സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലീഡർ ആണ് RBI എന്ന് പറയുന്നത്. RBI എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസസ് ആണ്. അവിടെ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല RBI എന്ന് പറയും. നോൺ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻ ആണ് RBI എന്ന് പറയുന്നത്. മറ്റു ബാങ്കുകൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുക, സജഷൻസ് കൊടുക്കുക, അവരുടെ ഫങ്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക, ആക്യുറേറ്റ് ആയി റൺ ചെയ്യുന്നുണ്ടോ നോക്കുക, നമ്മളുടെ കൺട്രിയിലേക്ക് വേണ്ട പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് RBIയിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുക, നമ്മളുടെ കറൻസി ഇഷ്യൂ ചെയ്യുക, അത് സപ്ലൈ ചെയ്യുക, അതൊക്കെയാണ് RBI ചെയ്യുന്ന ഫങ്ഷൻ എന്ന്. മൊത്തത്തിൽ നമ്മളുടെ മറ്റ് ബാങ്കുകളുടെ ഒരു ഹെഡായി നിന്ന് ബാങ്കുകൾ എന്ത് ചെയ്യണം, ചെയ്യരുത്, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ്, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് RBI ചെയ്യുന്നത്. കൂട്ടത്തിൽ ഇന്ത്യക്ക്, നമ്മുടെ കൺട്രിക്ക് വേണ്ട പ്രൊമോഷൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കൺട്രി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട, എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതൊക്കെയാണ് ഒരു RBIന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് RBIയിലെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നോക്ക്, RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ which was established in 1935. 1935ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇതെന്താണ് RBI എന്ന് പറയുന്നത്? ഇന്ത്യ സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI. റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഇഷ്യൂ ആൻഡ് സപ്ലൈ ഓഫ് ഇന്ത്യൻ റുപ്പി. RBIയുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ഇഷ്യൂ ചെയ്യുക, അതേപോലെ സപ്ലൈ ചെയ്യുക. ഇന്ത്യൻ റുപ്പി ഇഷ്യൂ ചെയ്യുക, സപ്ലൈ ചെയ്യുക എന്നാണ് ഒരു RBIയുടെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഓൾസോ റെഗുലേറ്റിംഗ് ദ ഇന്ത്യൻ ബാങ്കിങ് സെക്ടേഴ്സ്. ഇന്ത്യൻ ബാങ്കിങ് സെക്ടേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു RBIയുടെ എന്താണ്, ഒരു ഉത്തരവാദിത്തമാണ്. And also manages the country's payment system and works to promote economic development. RBI entrusted
RBI is entrusted with the functions of guiding and regulating the banking system of the countries. ഇതൊക്കെ ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിൽ കൂടെ നമുക്ക് എന്തൊക്കെ പറയാം? ഗവൺമെന്റിന്റെ ഒരു ബാങ്കർ ആണ് RBI എന്ന് പറയുന്നത് അല്ലെ? ആക്ട് ആസ് എ ബാങ്കർ ഓഫ് ദ ഗവൺമെന്റ്. അതേപോലെ നമ്മുടെ നേഷൻസിന്റെ ഗോൾഡ് റിസർവ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതിന്റെ ഒക്കെ ഒരു കസ്റ്റോഡിയൻ ആണ് RBI എന്ന് പറയുന്നത്. മോണോപ്പൊളി ഓഫ് കറൻസി ഇഷ്യൂ എന്ന് പറയുന്ന RBIയുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഒരു സമ്മറി ഫോമിൽ RBI എന്ന് പറയുന്നത്. ഇനി RBI ഇതിപ്പോ നമ്മൾ ഇങ്ങനെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യയുടെ അകത്ത് എഴുതുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. ഒരു എസ്സേക്കൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയാൽ. പക്ഷെ RBIന്റെ ഫംഗ്ഷൻ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി എഴുതണം. അതുകൊണ്ട് തന്നെ RBIന്റെ കുറിച്ച്, റിസർവ് ബാങ്ക്, സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്, റിസർവ് ബാങ്കിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് വേണ്ട കുറച്ച് സമ്മറി ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് RBIനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. RBI ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അപെക്സ് ബാങ്ക് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്, ഇങ്ങനെ 4 എണ്ണല്ലേ ഓർഗനൈസ്ഡ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ RBI നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ 4 ഹെഡ്സ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്, RRB പറഞ്ഞ എന്താ? റീജിയണൽ റൂറൽ ബാങ്ക്. LAB പറഞ്ഞ ലോക്കൽ ഏരിയ ബാങ്ക്. ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, ഇനി ഇത് 1 by 1 നമുക്ക് നോക്കി നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും. നമ്മൾ ഓൾറെഡി കൊമേഴ്ഷ്യൽ ബാങ്കും അതിന്റെ ഫങ്ഷൻസ് അല്ല, അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്, ആരുടെ കയ്യിലാണോ എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ, എക്സ്ട്രാ സേവിങ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് ആർക്കാണോ റിക്വയർമെന്റ്സ്, ആർക്കാണോ ക്യാഷിന് ആവശ്യമെങ്കിൽ അവർക്ക് ലോൺസ് ആയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് സർവീസസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രോഫിറ്റ് മേക്കിങ്ങും ഇതിൽ കൂടെ ചെയ്യുന്നുണ്ട്. സർവീസ് ഓറിയന്റഡ് ആണ്, പ്ലസ് അതിന്റെ കൂടെ പ്രോഫിറ്റ് മേക്ക്. RBI പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് പറഞ്ഞു. പക്ഷെ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രോഫിറ്റ് മോട്ടീവും കൂടിയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്കിന്റെ ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ഗീവ്സ് ലോൺ ഫോർ ദ പർപ്പസസ് ഓഫ് കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ടു മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. ഇതിൽ നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. മെയിൻ ആയിട്ട് 3 ടൈപ്സിലാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ. ഏതൊക്കെ? പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഫോറിൻ ബാങ്ക്. ഇത് 3 ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പബ്ലിക് സെക്ടർ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് പറയുന്നത് it is a bank owned by the government or in which the government is the major shareholders. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഒന്നല്ലേ ഓൺ ചെയ്തിട്ടല്ലേ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും ഗവൺമെന്റോ, അല്ലെങ്കിൽ അതിന്റെ മെജോറിറ്റി ഷെയർ, ദാറ്റ് ഈസ് മോർ ദാൻ 51% ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക ഗവൺമെന്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോർ ദാൻ 51% ഷെയർസ് ഹോൾഡ് ബൈ ദി ഗവൺമെന്റ് ആണെങ്കിൽ അതിന് നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാം. ഇനി ഏതൊക്കെയാണ് പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ട്? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് SBI, നാഷണൽ ബാങ്ക്, അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. SBI, നാഷണൽ ബാങ്കോ മറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് കൂടി കൂടിയതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. അറ്റ് പ്രസന്റ് there are 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് SBI. മെയിൻ ആയിട്ട് 12, ഇപ്പോ ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. കുറച്ച് എക്സാമ്പിൾ ആയിട്ട് പറയപ്പോ ഏതൊക്കെ? പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ എക്സെട്ര. അതിന് മൊത്തം ഒരു 12 ബാങ്ക് ഉണ്ട്. ഈ 12 ബാങ്കും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുക, അതായത് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ എക്സാമിന് അതും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ് നല്ലത്. ഇതിന്റെ അടുത്ത പോയിന്റ് ആയിട്ട് ആ 12 പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് പോയിന്റ് ഔട്ട് ചെയ്ത് 12 എണ്ണം കൂടി
എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 3-4 എക്സാമ്പിൾ ആയിട്ട് ഇതിന്റെ അടുത്ത പോയിന്റ് ആയിട്ട് ഒരു 3-4 ബാങ്കുകൾ പഠിച്ചു വെച്ചിട്ട് അത് മെൻഷൻ ചെയ്യാം. അപ്പൊ ഒന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. 12 എണ്ണം എഴുതി വെച്ചാൽ പെർഫെക്റ്റ്. ഇല്ലെങ്കിൽ ഒരു 3-4 എങ്കിലും നിർബന്ധമായിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്താ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പറഞ്ഞു. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് പറയുന്നത് എന്താ? ആർ ബാങ്ക്സ് ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇസ് ഹെൽഡ് ബൈ ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. നേരത്തെ എന്താ പറഞ്ഞത്? പബ്ലിക് സെക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 51% കൂടുതലോ 51% കൂടുതൽ ഷെയർസ് ഗവൺമെന്റിന്റെ അടുത്താണെങ്കിൽ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയും. അപ്പൊ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് 51% ഷെയർസ് കൂടുതൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അടുത്താണെങ്കിൽ അതിനെ നമ്മൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നു. എക്സാമ്പിൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എക്സെട്ര. ഒരുപാട് ബാങ്ക്സ് ഉണ്ട്. അതിൽ ഒരു 3-4 ബാങ്ക്സ് മെൻഷൻ ചെയ്യാം. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുക അറിയണം. മെയിൻ ആയിട്ട് നമ്മൾ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് അറിഞ്ഞിരുന്നു. എന്നാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന് ഇൻക്ലൂഡ് ചെയ്യണ ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സും ന്യൂ പ്രൈവറ്റ് ബാങ്ക്സും കൂടി ഒരു സമ്മപ്പാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. 14 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ് ഇന്ന് നിലവിലുള്ളത്. 40 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ് ഇന്ന് നിലവിലുള്ളത്. ഈ 40 എണ്ണം പറയുന്നതിൽ 12 പ്രൈവറ്റ് ബാങ്ക്സ് 22 പ്രൈവറ്റ് ബാങ്ക്സും 9 സ്മാൾ ഫിനാൻസ് ബാങ്ക്സും 3 ലോക്കൽ ഏരിയ ബാങ്ക്സും 6 പേയ്മെന്റ് ബാങ്ക്സും. ഇങ്ങനെയാണ് 40 എണ്ണം വരുന്നത്. 22 പ്രൈവറ്റ് ബാങ്ക്സ്, 3 ലോക്കൽ ഏരിയ ബാങ്ക്സ്, 9 സ്മാൾ ഫിനാൻസ് ബാങ്ക്സ് ആൻഡ് ലാസ്റ്റ് വൺ 6 പേയ്മെന്റ് ബാങ്ക്സ്. അതാണ് 14 പ്രൈവറ്റ് ബാങ്ക്സ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോറിൻ ബാങ്ക്. ഫോറിൻ പ്രൈവറ്റ് ബാങ്ക്സ്, പബ്ലിക് ബാങ്ക്സ് ഒക്കെ നമ്മൾ 51% അല്ലെങ്കിൽ മോർ ദാൻ 51% ഓഫ് ഷെയർസ് ആരുടെ കയ്യിലാണ് നോക്കിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഫോറിൻ ബാങ്ക്സ് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ ബാങ്ക്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഫോറിൻ കൺട്രിയിലായിരിക്കും. ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലാണ് ആ ബാങ്ക് രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന്. പക്ഷേ അതിന്റെ ബ്രാഞ്ചസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലായിരിക്കും. ഓക്കെ, അതിന്റെ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബാങ്ക്സിനെ നമ്മൾ പറയുന്നതാണ് ഫോറിൻ ബാങ്ക്സ് എന്ന്. ഓക്കെ, ഫോറിൻ ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് ആൻഡ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ ആയിരിക്കും? ഇൻ ദി ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രീസിലായിരിക്കും ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവുക. ബട്ട് ഓപ്പറേറ്റ് ദയർ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ. പക്ഷെ അവരുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഫോറിൻ ബാങ്ക്സ്. These banks have performed all the functions of commercial. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് പെർഫോം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും എന്തും ചെയ്യും? ഫോറിൻ ബാങ്ക്സും ചെയ്യും. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി, അതർ സർവീസസ്, അല്ലെ ഒരുപാട് യൂട്ടിലിറ്റി, ജനറൽ യൂട്ടിലിറ്റി സർവീസസോ ഏജൻസി സർവീസസ് ഒക്കെ അല്ലേ? എല്ലാ സർവീസസും ഇവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഫോറിൻ ബാങ്ക്സ്. പക്ഷെ ഇവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏത് ഏരിയയിലേക്കാണ്? ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഉള്ള ഏരിയയിലായിരിക്കും ദേ സ്പെഷ്യലൈസ്ഡ്. ഓക്കെ, ഇനി ഇന്ത്യൻ ബാങ്ക്സിനെ അപേക്ഷിച്ച് ഇവർക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ദേ ഹാവ് എൻ അഡ്വാൻറ്റേജ് ഓവർ ദി ഇന്ത്യൻ ബാങ്ക്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജസ് വരുന്നത്? നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. എന്താണ് കാരണം? ബിക്കോസ് ഓഫ് ദ വാസ്റ്റ് റിസോഴ്സസ് ആൻഡ് സുപ്പീരിയർ മാനേജ്മെന്റ്. അവര് വാസ്റ്റ് റിസോഴ്സസ് അല്ലെ സുപ്പീരിയർ മാനേജ്മെന്റ് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ഫോറിൻ ബാങ്ക് എന്താന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പോണത് കോപ്പറേറ്റീവ് ആണ്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞു. ഇനി സെക്കൻഡ് വൺ നമുക്ക് 4 എണ്ണം അല്ലേ ഈ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ? കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ഏരിയ ബാങ്ക്, പിന്നെന്താ LAB ലോക്കൽ ഏരിയ ബാങ്ക്. അതിൽ ഫസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ബാങ്ക്. അതിൻ്റെ അകത്ത് എന്ന സബ് ഹെഡിങ്സും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് കോപ്പറേറ്റീവ് ബാങ്ക്സിലേക്കാണ്. ഓക്കെ, കോപ്പറേറ്റീവ് ബാങ്ക്സ് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ കോപ്പറേറ്റീവ് ബേസിസ് ആൻഡ് ബിലോങ്ങിങ് ടു ദയർ മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എന്തിൻ്റെ ആണ്? ഒരു കോപ്പറേറ്റീവ് ബേസ് അല്ലെ ഇതിന്റെ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഒരു ബിഹൈൻഡിൽ വരുന്നല്ലേ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കോപ്പറേഷൻ, ഒരു സഹകരണ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ഒരു ബാങ്ക് ആയിരിക്കും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതിലുള്ള കുറച്ച് മെമ്പേഴ്സ്, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് അവരൊരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കോപ്പറേഷന്റെ ബേസിസ് രൂപീകരിക്കുന്ന ഒരു ബാങ്ക് സിസ്റ്റമാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഓണേഴ്സും ആവും പ്ലസ് അവിടുത്തെ കസ്റ്റമേഴ്സും ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ കോപ്പറേറ്റീവ് ബേസിസ്. ഒരു സഹകരണ ബേസിസ് രൂപീകരിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്
കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ബിലോങ് ടു ദയർ മെമ്പേഴ്സ്, കുറച്ച് മെമ്പേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. ആ മെമ്പേഴ്സ് എങ്ങനത്തെ കസ്റ്റമേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഓൾസോ ഇറ്റ്സ് ഓണേഴ്സ്. ആ മെമ്പേഴ്സ് തന്നെ ഇത്തെ കസ്റ്റമേഴ്സും അവർ തന്നെ അതിന്റെ ഓണേഴ്സും ആയിരിക്കും. ഓക്കെ, ദീസ് ബാങ്ക്സ് പ്രൊവൈഡ്സ് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് റെഗുലർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ. നമ്മൾ നോർമൽ ബാങ്കിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ സർവീസസ് അല്ലെ ബാങ്കിങ് സർവീസസും ഈ കോപ്പറേറ്റീവ് ബാങ്ക്സും പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവരെന്താണ്, നമ്മൾ RBI പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ് അല്ല ഇവരെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്തിനാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഫാമേഴ്സിന്, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവർക്കൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാം. മറ്റ് നമ്മളുടെ നോർമൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോകുന്ന അത്രയും ഫോർമാലിറ്റീസ് ഇല്ലാതെ കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വന്നത്. അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക്, ഇത് റൂറൽ ഏരിയയിലാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് കൂടുതൽ ഏരിയ, അല്ലെങ്കിൽ സെമി അർബൻ ഏരിയസിലൊക്കെ അങ്ങനെയുള്ളവരുടെ എന്തിനുള്ള ഹാബിറ്റ്, സേവിങ്സിനുള്ള ഹാബിറ്റ്, ക്യാഷ് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എത്ര നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം, നമ്മൾ ഓരോ ആൾക്കാരുടെ കയ്യിലുള്ള ക്യാഷ് സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആവണം. അത് അവരെ കൂടുതൽ മനസ്സിലാക്കിക്കാനും കൂടുതൽ സേവിങ് ഹാബിറ്റ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവര് ഷെയർസ് ആയിട്ടും ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. ഇവരെ മെയിൻ ആയിട്ട് ഒരു നോൺ പ്രോഫിറ്റ് മോട്ടീവ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരെയാണ്? സ്മാൾ ഫാമേഴ്സ്, ആർട്ടിസൻസ്, സ്മാൾ ഓൺടർപ്രണേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതൽ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഹെൽപ്പ് കിട്ടുന്നത്. ഹെൽപ്പ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് ആണ് നെക്സ്റ്റ് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് വന്നിട്ടില്ല, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1975 ഇത് came into existence with the joint effort of the central bank, സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് അതർ കൊമേഴ്ഷ്യൽ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്കിന്റെ, സെൻട്രൽ ബാങ്കിന്റെ, മറ്റു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഒരു ജോയിന്റ് എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്നാൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ പാർട്ടിസിപ്പൻസിനെ കൊണ്ട് കൂടുതൽ ബാങ്കിങ്ങിനോട്, ബാങ്കിങ് ആക്ടിവിറ്റീസിനോട് റിലേറ്റ് ചെയ്യിക്കുക എന്നുള്ളത്. അതായത് വീക്കർ സെക്ഷൻസ്, ഇപ്പൊ നമുക്കറിയാം നോർമലി ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോയിട്ട് ലോണ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ലാൻഡിന്റെ ഒക്കെ നോർമൽ ആൾക്കാർ ചെയ്യുന്ന ലാൻഡ് എന്തെങ്കിലും പ്ലഡ്ജ് ചെയ്തിട്ടാണ് ലോണ് വിളിക്കുന്നത്. അപ്പൊ ലാൻഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ വളരെ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ലോണ് പെട്ടെന്ന് കിട്ടുക, അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സസ് ആയിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്കിനെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഫാമേഴ്സ് ആവാ അല്ലെങ്കിൽ ആർട്ടിസൻസ് ആവാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ഓൺടർപ്രണേഴ്സ് ആവാ, അവരുടെയൊക്കെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് പെട്ടെന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ആണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റൂറൽ ഏരിയ, പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് റൂറൽ ഏരിയയിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന സ്റ്റാഫ്, ബാങ്കിൽ വരുന്ന സ്റ്റാഫ് എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലെ ആൾക്കാർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ഇതിൽ മെൻഷൻ? റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ ബാങ്ക് സെറ്റപ്പ് ടു ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു സ്മാൾ ബോറോവേഴ്സ് ഇൻ റൂറൽ ഏരിയയിൽ വരുന്ന സ്മാൾ ബോറോവേഴ്സിന് അവരുടെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടുതൽ ഹെൽപ്പായിട്ട്, കൂടുതൽ നല്ല രീതിയിൽ അവർക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക റീജിയണൽ റൂറൽ ബാങ്കിന്? ഗ്രാൻഡിങ് ഓഫ് ലോൺസ് and advances to small and marginal farmers and agriculture workers. അതേപോലെ തന്നെ granting of loans and advances to artisans, small entrepreneurs engage in trade, commerce, industries and other productive small entrepreneurs അല്ലെ productive purpose-ന് വേണ്ട, അല്ലെ commerce trade related ആയിട്ടുള്ള purpose-ന് വേണ്ട ലോൺ പ്രൊവൈഡ് ചെയ്യുക. അതേപോലത്തെ അഗ്രികൾച്ചറും ഫാമേഴ്സും അല്ലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ട ലോൺസ് അല്ലെ അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ലോക്കൽ ഏരിയ ബാങ്ക്. ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലാസ്റ്റ് വൺ ആണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത്.
ലോക്കൽ ഏരിയ ബാങ്ക്സ് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിസൈഡ് ടു എലോ ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത് 1996 ലോക്കൽ ഏരിയ വന്നിട്ടുള്ളത്. ഈ ലോക്കൽ ഏരിയ ബാങ്ക്സ് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആസ് എ പബ്ലിക് ലിമിറ്റഡ് എൻറ്റിറ്റി ആയിട്ടാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ലോക്കൽ ഏരിയ ബാങ്ക്സ് ഓപ്പറേറ്റ് ചെയ്യും വിൽ ഹാവ് ടു ഓപ്പറേറ്റ് ആസ് പെർ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ലോക്കൽ ഏരിയ ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷം 1949. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് ആക്ട് 1956. ലോക്കൽ ഏരിയ ബാങ്ക് ഈസ് എ കറന്റ് വൺ ആൻഡ് ഓൺലി ടൈപ്പ് ഓഫ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ഇന്ന് കാണുന്ന ഒരേ ഒരു നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ ബാങ്ക് ആണ്. ഈ ലോക്കൽ മറ്റ് ബാങ്കുകളെ പോലെ തന്നെ ലോക്കൽ ഏരിയ ബാങ്കും റെഗുലേറ്റ് ചെയ്യുക മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ RBI തന്നെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് ഓഫർ ലോൺ ടു ലോക്കൽസിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ ഫോർ ദ പർപ്പസസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതർ സിമിലർ ആക്ടിവിറ്റീസിന് വേണ്ട ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ്. ഈ പറയുന്നതൊക്കെ തന്നെ ഇവിടെ പറയുന്നത് ബാങ്ക്സ് ദാറ്റ് ആർ സെറ്റപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ solely with the purposes of enabling local institution to pool and mobilizing the rural savings, ensuring these savings are made available for the investment concerning purposes. ലോക്കൽ ഏരിയാസിൽ നിന്ന് വരുന്ന അവരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാനും അത് ലോൺസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും വേണ്ടി, അവർക്ക് മീൻസ് ആർക്കാണ് റിക്വയർമെന്റ് ഇല്ല അവർക്ക് റിട്ടേൺ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കിങ് ആക്ടിവിറ്റിയാണ് ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറയുന്നത്. സേവിങ്സ് നല്ല രീതിയിൽ സേവിങ് ഹാബിറ്റ് ലോക്കൽ ഏരിയ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക് ഇതെല്ലാം റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ ഏരിയാസിലൊക്കെയാണ് അത് കൂടുതൽ ഫങ്ഷൻ. ഇവരിലൊക്കെ മെയിൻ പർപ്പസസ് എന്ന് പറയുന്നത് എന്താ, സേവിങ് ഹാബിറ്റ്, ലോക്കൽ ഏരിയാസിൽ വരുന്ന ആൾക്കാരുടെ സേവിങ് ഹാബിറ്റ് കൂട്ടാനോ അവരുടെ കുഞ്ഞു കുഞ്ഞു ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സഹായമാണ് ബേസിക്കലി ഈ പറയുന്ന എല്ലാ ബാങ്ക്സിനും ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസേ ഓരോ ബാങ്ക്സും തമ്മിലും ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. പറഞ്ഞ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുക, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക എക്സാമിന് എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ RBIയും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് ടോപ്പിക്കും കൂടി ഉണ്ട് ബാങ്കിങ് സ്ട്രക്ചറിൽ. ഒന്ന് അപെക്സ് ബാങ്കും ഒന്ന് ഡെവലപ്മെന്റ് ബാങ്ക്സും. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതന്നെ ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വഴി നമുക്ക് ക്ലിയർ ചെയ്യുക ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കും കൂടുതൽ നന്നാക്കാനല്ലേ പറ്റുള്ളൂ. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടുതൽ ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.